ജമാഅത്തെ ഇസ്ലാമി CPM 2004 ഇലക്ഷനിൽ ജമാഅത്തെ ഇസ്ലാമി ലോക്സഭാ ഇലക്ഷനിൽ CPM-ന്റെ കൂടെയാണ്. 2006 നിയമസഭാ ഇലക്ഷനിൽ ജമാഅത്തെ ഇസ്ലാമി CPM-ന്റെ കൂടെയാണ്. 2009 ലോക്സഭാ ഇലക്ഷനിൽ ജമാഅത്തെ ഇസ്ലാമി CPM-ന്റെ കൂടെയാണ്. 2011 നിയമസഭാ ഇലക്ഷനിൽ ജമാഅത്തെ ഇസ്ലാമി CPM-ന്റെ കൂടെയാണ്. അന്നത്തെ നേതാക്കൾ വെറുതെ ജമാഅത്തെ ഇസ്ലാമി വോട്ട് പ്രഖ്യാപിക്കല്ല, നേതാക്കളുമായി സംസാരിച്ചു കൊടുത്ത പിന്തുണയാണ്. മാത്രമല്ല അന്നത്തെ ദേശാഭിമാനിയുടെ മുഖലേഖനങ്ങളും അതുപോലെ തന്നെ അന്നത്തെ പത്ര കട്ടിങ്സും അതിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2019 മാറി ചിന്തിച്ചു. എന്തുകൊണ്ടാണ് മാറി ചിന്തിച്ചത്? 2004-ലും 2006-ലും 2009-ലും 2011-ലും സംഘപരിവാർ വിരുദ്ധ സമീപനത്തിന്റെ മുൻഗണനയിലാണ് CPM-ന് വോട്ട് കിട്ടുന്നത്. 2019 ദേശീയ രാഷ്ട്രീയം മുന്നിൽ വെച്ചുകൊണ്ടാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ സംഘപരിവാറിനെ നേരിടുന്നിടത്ത് പ്രബല കക്ഷി കോൺഗ്രസാണ്. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ മാത്രം നെറേറ്റീവല്ല. CPIM എന്ന ദേശീയ തലത്തിലെടുത്ത നെറേറ്റീവ് കോൺഗ്രസാണ്. നേരത്തെ CPM-ന്റെ മുഖ്യ പ്രതിയോഗി ആരാ? ബൂർഷ പാർട്ടി ആരാ? കോൺഗ്രസാണ്. അതേ CPIM 2019 എടുത്ത സ്റ്റാൻഡ് എന്താണ്? ദേശീയ തലത്തിൽ കോൺഗ്രസാണ്. CPM എടുത്ത അതേ രാഷ്ട്രീയ കാരണങ്ങളാലാണ് ദേശീയ തലത്തിൽ കോൺഗ്രസാണെന്ന് ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ CPM-നുള്ള പരിമിതി ഒരു മുന്നണിയിലും ഇല്ലാത്ത ജമാഅത്തെ ഇസ്ലാമിക്കില്ല. അതുകൊണ്ട് CPIM-ഉം രാജ്യത്തെ മുഴുവൻ സെക്യുലർ പാർട്ടികളും ദേശീയ തലത്തിലെടുത്ത നിലപാടിന്റെ ഭാഗമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി ദേശീയ തലത്തിൽ കോൺഗ്രസിനെ പിന്തുണച്ചത്. അന്ന് മുതലാണ് ജമാഅത്തെ ഇസ്ലാമി സ്ലീപ്പിംഗ് പാർട്ണറായി എന്ന് ആരോപണം വരുന്നത്. അപ്പോൾ തങ്ങളോട് യോജിക്കുന്ന ഘട്ടത്തിലെല്ലാം സെക്യുലർ പാർട്ടികളും തങ്ങളോട് വിയോജിക്കുന്ന ആദ്യ നിമിഷം തൊട്ട് വർഗീയ പാർട്ടികളും എന്നായി മാറുന്ന അത്യന്തം അപകടകരമായ വർഗീയ ചാപ്പ വിയോജിക്കുന്നവർക്ക് നേരെ ചാപ്പ കുത്തുന്ന ഏർപ്പാട് ഇനി CPM അവസാനിപ്പിക്കണം. ആ ചാപ്പ കുത്താനുള്ള ഒരു അർഹത അവർക്കില്ല. കാരണം ആ ബാന്ധവമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോഴും അന്നും ഒരു സംഘടനയും സ്ലീപ്പിംഗ് പാർട്ണർ ആയിട്ടില്ല. ഞാൻ അതിന് ട്രോൾ ചെയ്തതാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ജമാഅത്തെ ഇസ്ലാമി ഒരു മുന്നണിയുടെയും സ്ലീപ്പിംഗ് പാർട്ണർ അല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയ നിലപാട് മുൻനിർത്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം. അതേസമയം ജമാഅത്തെ ഇസ്ലാമി ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാട് വെച്ച് തത്വാധിഷ്ഠിതമായ നിലപാടാണ് ഒരു ഘട്ടത്തിൽ CPM-നെ പിന്തുണച്ചിട്ടുണ്ട്. അതിന് രാഷ്ട്രീയമുണ്ട്. അത് ആ ഇലക്ഷനിൽ മാത്രമുള്ള നിലപാടാണ്. ജമാഅത്തെ ഇസ്ലാമി ഒരു മുന്നണിയുടെ ഭാഗമായിട്ടില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ 2019 തിരിച്ച് 2024 ജമാഅത്തെ ഇസ്ലാമി നിലപാടെടുത്തിട്ടുണ്ട്. അതെല്ലാം ദേശീയ രാഷ്ട്രീയത്തെ മുൻനിർത്തിയിട്ടാണ്. ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് ജമാഅത്തെ ഇസ്ലാമി നിന്നിട്ടില്ല. KT ജലീൽ കുറ്റിപ്പുറത്ത് മത്സരിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമി സഹായിച്ചല്ലേ? അത് നിശ്ചയിച്ചിട്ടുണ്ടാവില്ല. തവനൂരെ നിശ്ചയിച്ചിട്ടുണ്ടാവുള്ളൂ. പുള്ളിയെ നിശ്ചയിച്ചാൽ അന്നത്തെ തെളിവുണ്ടല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങാത്ത ഇടതിലോ വലതിലോ ഉള്ള ഒരു കക്ഷി ഇവിടെ ഉണ്ടാവില്ല, BJP ഒഴികെ. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പിന്തുണക്കുന്ന ഘട്ടത്തിൽ സെക്യുലർ ഐക്കാരം, വിയോജിക്കുന്ന ഘട്ടത്തിൽ വർഗീയരും. അതാണ് ഈ ചാപ്പൻ്റെ പ്രശ്നം. അതുകൊണ്ട് നമുക്കിത് പതിറ്റാണ്ടുകളുടെ പരിചയമുള്ളതുകൊണ്ട് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ.